എന്റെ ശരീരം നിന്റെ ബ്രെയിനും. ഇതിനുള്ള മറുപടി ഇത് ഓഫാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അങ്ങടാണ് പെട്ടിയൊക്കെ എടുത്ത് പോണേ. കറക്റ്റ് സമയത്ത് വന്നോളും. രാവിലെ അത് കിടന്നുറങ്ങാൻ സമയക്കാതെ ബെഡിൽ നിന്ന് എണീപ്പിച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വീക്കെൻഡ് ആയിട്ട് എന്താണ് പരിപാടി? എങ്ങടാണ് പെട്ടിയൊക്കെ എടുത്ത് പോണേ? പോവാണല്ലേ? ടാറ്റ ബൈ ബൈ. രാവിലെ അത് കിടന്നുറങ്ങാൻ സമയക്കാതെ ബെഡിൽ നിന്ന് എണീപ്പിച്ച് ഇതേ പോകുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ്. വേഗം പോയി വേഗം വരണേ. പിന്നെ എന്ത് പ്ലാൻ? ഒരു പ്ലാനും ഇല്ലേ മിഥുന. എക്സാം എല്ലാ പ്ലാനും അവതാളത്തിലായി. സ്ലീപ്പ് ഓവർ അല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മിഥുന് എക്സാമും പിന്നെ ഇപ്പോൾ സ്ലീപ്പ് ഓവർ ചെയ്യാനുള്ള എൻ്റെ ഫ്രണ്ടും പോവാണ്. അതുകൊണ്ട് അത് ആ പ്ലാൻ പൊളിക്കും എന്നാണ് തോന്നണത്. അവളും ഇല്ല നെക്സ്റ്റ് വീക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഒരു സ്ലീപ്പ് ഓവറൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര? രംഷേട്ടൻ്റെ സ്വന്തം ഫ്രാൻസിലേക്ക്. യെസ്, ഒന്ന് ഫ്രാൻസ് പോയിട്ട് വരാത്. കുറെ പരിപാടികൾ ഈ 2-3 മാസം കുറെ പരിപാടികളുണ്ട് അല്ലേ? ഈ 2-3 മാസം ഇനിയും ട്രാവലിങ്ങുകളൊക്കെ ഉണ്ട്. സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, മെയ് വരെ മൺസൂൺ വരെ എല്ലാ മാസവും ഓരോ ട്രാവലിങ്ങും സംഭവങ്ങളും ഉണ്ടാവും. നാട്ടിൽ പോണ്ടേ? അത് മെയിലല്ലേ? പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ് ഞങ്ങള് ട്രാവലിംഗ് പ്ലാനുകളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അതെ, അത് ഞങ്ങൾ രണ്ടുപേരും നമ്മള് 3 പേരും കൂടി. ഇത് രംഷേട്ടൻ്റെ ഓഫീസിലാണ്. ഇപ്പൊ നല്ലത് അത്യാവശ്യം തണുപ്പുള്ള സമയമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് അധികം എടുത്ത് വെക്കേണ്ടി വരും അല്ലേ? ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മിഥുൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അതാണ് ഇപ്പോൾ ഇവിടുത്തെ വിശേഷം. ഇതാ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാഗി ദോശയാണ് കേട്ടോ. കുറേ പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി റാഗിയും അതുപോലെ രായി എന്നാണ് നമ്മൾ പറയുക, റാഗി എന്നൊന്നും പറയില്ല. അപ്പോൾ രായിയും അതുപോലെ തന്നെ കുറച്ച് ചെറുപയറും കുറച്ച് ഉഴുന്നും കൂടെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ മതി. ചില സമയത്ത് വെറും രായിയും ഉഴുന്നും മാത്രം വെള്ളത്തിലിടും. ഉഴുന്ന് വളരെ കുറച്ച് ഇടാറുള്ളൂ, ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന്. ഇതിപ്പോൾ ഇനി ഇത് ജസ്റ്റ് അരച്ച് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ്. നന്നായി കഴുകി അരച്ചെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇഞ്ചിയും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. അമ്മ ഉണ്ടാക്കാറുണ്ട്. അമ്മ രായിപ്പൊടിയിൽ കുറച്ച് റവയും പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഉഴുന്നിടില്ല, ജസ്റ്റ് രായിയും റവയും സംഭവങ്ങളൊക്കെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പൊടി തന്നെ മിക്സിയിൽ അടിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും സംഭവങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മളൊരു ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കണം. ഞാൻ തേങ്ങ ചിരകാൻ മടിയായിട്ട് ഇന്ന് തേങ്ങ ചിരകിയത് ഓൾറെഡി വാങ്ങിച്ചു. അതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ. എനിക്ക് ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ മടിയുള്ളൊരു പരിപാടിയാണ്. സാധാരണ രംഷേട്ടനാണ് ചെയ്തു തരാറ്. രംഷേട്ടൻ ഇന്ന് ബിസി ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ട് അങ്ങോട്ട് വാങ്ങിച്ചു. കാരണം ഇത് ഓൾറെഡി ഹൈ പ്രോട്ടീനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ ഇനി ഒരു പ്രോട്ടീൻ സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങ ചമ്മന്തി ആൻഡ് ഉള്ളി ചമ്മന്തിയാണ് ഏറ്റവും. ഉള്ളി സമ്മന്തി എന്നാണ് നമ്മൾ പറയാറ്, ചമ്മന്തി എന്ന് പറയാറില്ല കേട്ടോ. അപ്പോൾ ഉള്ളി സമ്മന്തിയും തേങ്ങയൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സമയം ഓൾറെഡി ഉച്ചയാവാറായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ലേറ്റായി. സാറ്റർഡേ സൺഡേ അറിയാലോ, രാത്രി ഒരു ആവശ്യമില്ലാത്ത സിനിമ കണ്ട് കിടന്ന് ലേറ്റ് ആക്കും. ഇന്ന് ഞാൻ 8 to 9 ജിമ്മിൻ്റെ ക്ലാസ്സൊക്കെ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തതാണ്. ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ സാറ്റർഡേ സൺഡേ മിക്കവാറും ഇങ്ങനെ. അപ്പം ഞാൻ ചിലപ്പോൾ ഈവനിങ്ങിലാവും പോവാം. കറക്റ്റ് സമയത്ത് വന്നോളും. ഒരു വിളിയല്ല, എന്റെയൊക്കെ കുടലുമാല ഇങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങി. നല്ല ലേറ്റ് ആയി. 11 മണിയായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെന്താ വെച്ചാൽ രാവിലെ ലേറ്റ് ആയി. ലേറ്റ് പറഞ്ഞ 8 മണിക്ക് എണീറ്റു. വെറുതെ 1 മണിക്കൂർ ചായ കുടിച്ച് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുളിച്ചു. പിന്നെ ഇപ്പം എവിടെ സമയം? അതാണ് ഇപ്പം ഉണ്ടായത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല എന്താണെന്നറിയോ, നല്ല സ്രാവ്, മിൽക്കി ഷാർക്ക് കിട്ടിയിട്ടുണ്ട്. നിമിഷന്റെ ഫേവറേറ്റ് അല്ലേ സ്രാവ്? സ്രാവ് നല്ല പ്രോട്ടീൻ. ഞാൻ നോക്കി, ഞാൻ എപ്പോൾ എന്ത് കിട്ടിയാലും ഞാൻ ആദ്യം നോക്കും കാലറി കുറവാണോ. പ്രോൺസ് നല്ല പ്രോട്ടീനുമാണ്, കാലറിയും കുറവാത്ര. അപ്പൊ പിന്നെ ഞാൻ അതുകൊണ്ട് പ്രോൺസ് വാങ്ങാറ്. അപ്പൊ ചെറിയ മീൻ പിന്നെ ഷാർക്കില് omega-3 ഫാറ്റി ആസിഡ്സും
ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു, അറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ്. പക്ഷെ സ്രാവ് വറുത്തതാ ടേസ്റ്റ് അല്ലേ? സ്രാവ് വറുത്തതും വറുത്തരച്ച സ്രാവ് കറി. ഓ നാട്ടിലൊക്കെ എന്താ പറയാ പോയാൽ അവിടെ പൂരം ഉണ്ട്. ഞങ്ങളുടെ അവിടെ വേങ്ങശ്ശേരിക്കാവ് പൂരത്തിന് തലേ ദിവസം കണ്ണൻ അല്ലെങ്കിൽ സ്രാവ്, അതാണ് മെയിൻ. എയർ ഫ്രയറിൽ ഇടാം. നമ്മളന്ന് ചെയ്ത പോലെ. പക്ഷെ എത്രയായാലും എണ്ണയിൽ ദോശ കഴിക്കാറായോ? പക്ഷെ ചട്നി അരച്ചോ? അതിന് ചട്നി അരക്കാനുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. എവിടെ പോയാണാവോ? ഇപ്പൊ പൂരങ്ങളുടെ സീസൺ തുടങ്ങി നാട്ടില്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂരങ്ങളാണ്. ആദ്യത്തെ പൂരം വരെ മനമക്കാവ് പൂരമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏരിയയിലല്ല, മൊത്തത്തിൽ ആദ്യത്തെ പൂരം പനമക്കാവാണ് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. മനമക്കാവ് പൂരം കഴിഞ്ഞു. ഇനി ചമ്മണിക്കാവ് ഉണ്ട്, മുല്ലയമ്പറമ്പത്തുണ്ട്, പിന്നെയൊക്കെയാണ് വേങ്ങശ്ശേരിക്കാവ് വരെ. വേങ്ങശ്ശേരിക്കാവ് മാർച്ചൊക്കെ ആവും വരെ. പക്ഷെ അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലെ പൂരം. എനിക്കറിയില്ല എല്ലാ സ്ഥലത്തും എങ്ങനെ. രംഷേട്ടനൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. രംഷേട്ടൻ്റെ അവിടെ ഒന്നും പൂരത്തിന്റെ തലേദിവസം അങ്ങനെ നോൺ വെജ് വാങ്ങുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അവിടെ എങ്ങനെയാ വെച്ചാൽ പൂരം എന്ന് പറഞ്ഞാൽ തന്നെ തലേ ദിവസത്തെ മീനിന്റെ വാണിഭാണ് മെയിൻ. അപ്പൊ തലേ ദിവസം ഈവനിങ് ആകുമ്പോൾ എല്ലാവരും പോകും. അതെല്ലാ പൂരം, മുല്ലയമ്പറമ്പത്ത് ചമ്മണിക്കാവ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും തലേ ദിവസം നിറയെ മീനുണ്ടാവും. അന്നാണ് ഈ മെയിൻ ആയിട്ടുള്ള വലിയ വലിയ മീനൊക്കെ അന്നാ വാങ്ങുക. അതായത് ആവോലി, ഐക്കുറ, കണ്ണനൊക്കെ കണ്ണൻ, സ്രാവ്. ഈ സ്രാവൊക്കെ അപ്പോഴാണ് വാങ്ങുക. എന്നിട്ട് ഇങ്ങനെ തലേ ദിവസവും പിറ്റേ ദിവസവും ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ വറുത്തരച്ചിട്ടും അതുപോലെ തന്നെ വറുത്തിട്ടും ഒക്കെ കഴിക്കും. പൂരം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. പിന്നെ രാവിലെ ഒരു 6 മണി മുതൽ തറ, നമ്മുടെ വീട്ടിൽ തറ വരും. ഒരേ സമയം ഒരു 5-6 തറ നിന്ന് കളിക്കും. പിന്നെ മുല്ലപ്പൂ വരും, പിന്നെ കുപ്പിവള വരും, ഇഷ്ടംപോലെ കുപ്പിവള. ഇതൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ പറമ്പിൽ പോകുന്നു വേണ്ട, വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോരുത്തരായിട്ട്. പിന്നെ മാല, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ മെയിന് കൈനോട്ടം. കൈനോട്ടക്കാരെത്രയാ വരെ അറിയാം. അപ്പൊ എല്ലാ കൊല്ലും വരുന്ന കൈനോട്ടക്കാർക്ക് നമ്മളെ നല്ല പരിചയമായിരിക്കും. അപ്പൊ അവർ സെയിം സംഭവങ്ങൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറയണം, എൻ്റെ കൈ നോക്കി ആദ്യം പറയണ കാര്യം നെക്സ്റ്റ് ആണ് കേട്ടോ. എൻ്റെ കൈ നോക്കി എപ്പോഴും ആദ്യം പറയണ കാര്യം എന്താ പറയാ, എനിക്ക് അച്ഛമ്മയുടെ സ്വഭാവമാണ്. അതാണ് ആദ്യം പറയാം. ഞാൻ അച്ഛമ്മയുടെ പോലെയാണ്. അച്ഛമ്മയുടെ സ്വഭാവം അച്ഛമ്മയുടെ പോലെ കാണാനെന്നൊക്കെ പറയും. ശരിയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് അച്ഛമ്മയുടെ സ്വഭാവം. പിന്നെ അച്ഛമ്മയുടെ പോലെയാണ് എന്നെ ഏകദേശം. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ പോലെ ആണല്ലോ. അപ്പോ അതെപ്പോഴും അല്ല, അച്ഛമ്മയുടെ പോലെയാണെന്നുള്ളത് ആ കൈനോട്ടക്കാരിക്ക് അറിയില്ലല്ലോ. അച്ഛമ്മ അറിയാം, ആ ഓട്ടയ്ക്ക് അറിയില്ല. പക്ഷെ സ്വഭാവം എപ്പോഴും പറയും അച്ഛമ്മയുടെ പോലെയാണ്. കാരണം ഞാനും അച്ഛമ്മ ഒരു നാളാണ് ഉത്തരം. അതവർക്കറിയില്ലല്ലോ. നല്ല രസം കേട്ടോ റാഗി ദോശ. ഇത് പുളിപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിപ്പോ ശരിക്കും ഒട്ടും പുളിയില്ലാത്ത ദോശയാണ്. അമ്മ പുളിപ്പിക്കാൻ വെക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചില ദിവസം അങ്ങനെ പുളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാലും നല്ലതാണ്. ഇതില് രാത്രി അരച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോ ഇത് അപ്പം തന്നെ ഉണ്ടാക്കണം. കാരണം ചെറുപയറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴേ അധികം പുളിപ്പിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പൂരം ഓർമ്മകളുമായി ഞാൻ ഒരു ദിവസം എനിക്ക് പൂരത്തിന്റെ, അപ്പം ഞങ്ങളുടെ നാട്ടിലെ വേങ്ങശ്ശേരിക്കാവ് പൂരത്തിന് രംഷേട്ടനെ കൊണ്ടുപോകണമെന്നുണ്ട്. രംഷേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അല്ലല്ലോ, വേറൊന്നിനല്ല, രംഷേട്ടന്റെ ക്യാമറ കണ്ണുകളിലൂടെ ആ വേങ്ങശ്ശേരിക്കാവ് പൂരത്തിന്റെ ഭംഗി ഒന്ന് എടുക്കാൻ വേണ്ടി മാത്രം. അതായത് രംഷേട്ടൻ്റെ ആ മീന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. രംഷേട്ടൻ ആ പൂരത്തിനുള്ള ആ മീനിന്റെ നമ്മുടെ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വിഭവസമൃദ്ധമായ സദ്യയായിരിക്കും പൂരത്തിന്. ആ ഒരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ രാവിലെ മുതൽ ഇങ്ങനെ തറ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ വേങ്ങശ്ശേരിക്കാവ് അമ്പലം രംഷേട്ടൻ്റെ ഭയങ്കര ഫേവറേറ്റ് അല്ലേ? രംഷേട്ടൻ എപ്പോഴും പറയും വേങ്ങശ്ശേരിക്കാവ് അമ്പലത്തിന്റെ നടുവിൽ എനിക്കൊരു വീട് വെക്കണം എന്ന്. കാരണം ഭയങ്കര ഭംഗിയാണ് അത്. ലൈക്ക് ഉത്രാളിക്കാവും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ആ ഒരു ഫീലാണ്. അതായത് ഫുൾ പാടത്തിന്റെ നടുവിലൊരു അമ്പലം, ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു അമ്പലമാണ് മനമക്കാവ്. പക്ഷെ ഇത്ര ഭംഗിയില്ല. വേങ്ങശ്ശേരിക്കാവിന്റെ ഫീൽ ഇസ് വേറെ ലെവലാണ്. ശരിക്കും ഉത്രാളിക്കാവൊക്കെ പോലെയാണ് ആ ഏരിയ. അത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നടക്കും. ആ പാടം ഭയങ്കര ഭംഗി. അപ്പൊ ആ പാടവും അതിന്റെ ഭംഗിയും ഒക്കെ ആയിട്ട് ആ ഒരു പാടത്ത് നിറയെ ആനകളും കരിങ്കാളിയും തറയും പൂതനൊക്കെ ഉള്ള അങ്ങനെ കംപ്ലീറ്റ് രമേശന്റെ ക്യാമറയിലൂടെയുള്ള ഒരു കിടിലൻ വ്ളോഗ് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ ഈ മാർച്ചിൽ എപ്പോഴും എക്സാമോ പാടത്തിന്റെ സൈഡില്, പാടത്തിന്റെ നടുവിലാണ് അമ്പലം, അതിന്റെ നടുക്കോട്ടെ വീട് വെക്കാൻ പറ്റില്ല.
പക്ഷെ ഞാൻ ആ വീഡിയോ ഫോട്ടോ ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോ മേശേരിക്കാവ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് അങ്ങോട്ട് വരണം എന്ന്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അല്ല, പക്ഷെ എപ്പോഴും മാർച്ചിൽ എക്സാം ആയതുകൊണ്ടേ ആ ഒരു പൂരം എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എനിക്കത് സാധിപ്പിക്കണം. രമേശേട്ടനത് കാണിച്ചിട്ട് അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്കും കൂടെ എത്തിക്കണം എന്നുള്ളത്. നമ്മുടെ ഷാർക്ക് എത്തി. നമ്മുടെ സ്രാവ് കണ്ടോണ്ടാണ് ഇത്രയും നൊസ്റ്റാൾജി എനിക്ക് അടിച്ചത്. രണ്ട് നൊസ്റ്റാൾജിയാണ് എപ്പോഴും നാട് എന്ന് പറയുമ്പോൾ വരിക. ഒന്ന് മഴ പെയ്ത അപ്പം നാട് കാരണം നാട്ടിലെ മണ്ണിന്റെ മണം ഇങ്ങനെ വലിച്ചെടുക്കാൻ എനിക്ക് തോന്നും. അത്ര ഇഷ്ടമാണ്. പിന്നെ ഈ പൂര സീസൺ, പിന്നെ ഇതുപോലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാട് ഓർമ്മ വരും. സോ നമ്മുടെ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നല്ല ടേസ്റ്റ് കേട്ടോ. മെത്തുകുട്ടിക്ക് സാധാരണ ഇങ്ങനത്തെ ദോശ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഈ രായി ദോശ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ സാധാ ദോശയുടെക്കാളും ടേസ്റ്റ് വേണമെങ്കിൽ പറയാം. ഒരു ഇത്തിരി പുളിപ്പിച്ചാൽ കുറച്ചും കൂടെ ഇഷ്ടമാവും. പിന്നെ പറഞ്ഞ പോലെ ചെറുപയർ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. വെറും രായി ഉഴുന്നായാലും മതി. ചെറുപയർ കുറച്ചും കൂടെ നല്ലതല്ലേ. നല്ല വിശപ്പാണ്. അല്ലല്ല, അത് ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. എന്താ വ്യത്യാസം? രായിയുടെ അപ്പം കൊണ്ട് വെള്ളപ്പം അല്ലേ? രായിയുടെ അപ്പം നല്ല കട്ടിയായിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഒരു മാംഗ്ലൂരാണ്. നല്ല കട്ടിയപ്പം. നല്ല ഇതിങ്ങനെ മുരിഞ്ഞിട്ടല്ലേ കട്ട പോലെ. വെള്ളപ്പത്തിന്റെ നടു എങ്ങനെയും അതുപോലെ മൊത്തം ഫുൾ കട്ടി. ഹെൽത്തി സംഭവം. അത് ഇതുപോലെ തന്നെ ഈ കളറിലുണ്ടാവും. ഉള്ളിലുള്ള കളർ ഈ കളറിലാണ് അപ്പം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ ചപ്പാത്തി നല്ലതാ. പണ്ട് കുട്ടികൾക്ക് കൊടുക്കാ. ഇതിപ്പോ മുരിഞ്ഞ പോലെ ഇല്ലേ? ഇതിപ്പോ ഒരു കുറച്ച് നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആകാണ്ട് ഉണങ്ങിയ പോലെ ആവും. അല്ലെങ്കിൽ ദോശ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, പക്ഷെ അപ്പം പോലെ ഉണ്ടാക്കുമ്പോ അത് ഉച്ചയുമ്പോഴും അത് കട്ടായിട്ട് ഇങ്ങനെ ചൂടാക്കി നല്ല ടേസ്റ്റ്. എനിക്ക് മനസ്സിലായില്ല ഇത്ര ടേസ്റ്റ്. നമ്മളെന്താ വെച്ചാൽ ഈ ശർക്കര ഇട്ട് കുറുക്കിയിട്ടാണ് അധികം കഴിക്കും. പക്ഷെ ആക്ച്വലി ശർക്കര ഒട്ടും നന്നല്ല. നമ്മൾ പറയും ശർക്കര നല്ലതാണെങ്കിലും പഞ്ചസാരയുടെ അതേ കലോറിയും അതേ ഡേഞ്ചറസ് സംഭവമാണ് ശർക്കര എന്നുള്ളതാണ് സത്യം. അപ്പോൾ വെറുതെ അതിട്ട് കുറുക്കി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ നല്ല നല്ല വെറൈറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മളെ പോലുള്ളവർക്കൊന്നും ഇത് ഇന്ത്യയുടെ കാര്യം ഞാൻ പറയുന്നത് ഡെയിലി നമുക്ക് ഈ അവക്കാഡോ സ്മൂത്തിയോ അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഡെയിലി നമുക്ക് അഫോർഡബിൾ അല്ല. കാരണം നല്ല റേറ്റ് ആണ്. എന്നും അങ്ങനെ കഴിക്കണമെന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് സംഭവങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? നമ്മളെന്തിനാ എന്നും കഷ്ടപ്പെട്ട് സ്മൂത്ത് ചെയ്യും. രായി വരകിയതില്ലേ? ഞാൻ കഴിച്ചിരുന്നു പണ്ട്. രായി വരകിയതില് ഉപ്പിട്ട് കഴിക്കണം. നമ്മള് ശർക്കര ഇട്ടിട്ടാ കഴിക്കണം. നമ്മള് എന്നും ശർക്കര ഇട്ട് കഴിക്കുന്നത് നന്നല്ലാന്ന് പറയാം. കാരണം ശർക്കര പഞ്ചസാര ഒരേ എഫക്റ്റ് ആണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ പിന്നെ അതിനേക്കാളും നല്ലതല്ലേ. എനിക്ക് ഇഷ്ടമല്ല രായി കുറുക്കി കഴിക്കും. പക്ഷെ നല്ലതാ രായി പോറിഞ്ച് നല്ലതാണ്. ദിവസം രാത്രി വെയിറ്റ് ലോസിന് നല്ലതാണെന്നാ പറയാം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഫുഡുകളാണ് ഇഷ്ടം. ഇനി രമേശൻ ഒരാഴ്ച നല്ല കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരാഴ്ചക്ക് രക്ഷപ്പെട്ടു അല്ലേ? അല്ല രമേശൻ ഉദ്ദേശിക്കണ ഫുഡൊക്കെ ആകെ താളം തെറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ പ്രോട്ടീനും കറക്റ്റ് റൂട്ടീനിൽ പോകണ്ട. ട്രാവലിംഗ് ഉണ്ടാകുമ്പോ അതാണ് പ്രശ്നം. ഫുഡ് ശരിയാവില്ല. അല്ലെങ്കിൽ എറിയാൻ അറിയുന്നതിന്റെ ഇടയിൽ വടി കൊടുക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ ട്രാവലിംഗിൽ പോകുമ്പോ അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. ഞാനൊക്കെ ആണെങ്കിൽ ട്രാവലിംഗിൽ പോകണതേ ഫുഡ് രീതിയിലാണ്. Of our government's trust on the middle class taxpayers, I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. Hey. Average income of 1 lakh per month other than the special rate income such as capital gains. അതായത് 12 ലക്ഷം വരെ ഒരു വർഷം കിട്ടും. അതായത് ഒരു മാസം 1 ലക്ഷം കിട്ടുന്ന ആൾക്ക് ടാക്സ് അടക്കണ്ട. വലിയൊരു കാര്യല്ലേ?
സ്ലാബ് ഉയർത്തിയത് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മൾ ഡെവലപ്ഡ് കൺട്രി. നമ്മളിപ്പോ പൈസ ഉണ്ടെന്നാണ് നമുക്ക് ഇനി ടാക്സ് ഒക്കെ ഒന്ന് കൂട്ടാം, സ്ലാബൊക്കെ കൂട്ടാം. വെരി ഗുഡ്, അടിപൊളി. ഇതാണ് കുറെ പേർക്ക് പ്രയോജനമുള്ളതാണ്. കുറെ മിഡിൽ ക്ലാസ്സിന് ടാക്സ് അടയ്ക്കേണ്ട പ്രശ്നമില്ല. കൺട്രി ഡെവലപ്പ് ആവട്ടെ അല്ലേ? പിന്നെ ആൾക്കാർക്ക് ഇന്ത്യയിൽ തന്നെ താമസിക്കാൻ തോന്നട്ടെ. രമേശേട്ടൻ പോണതിന്റെ മുന്നേ രമേശേട്ടൻ തന്നെ വാങ്ങിച്ച 1 കിലോ ആപ്പിളും ഓറഞ്ചൊക്കെ രമേശേട്ടനെ കൊണ്ട് തന്നെ കഴിപ്പിച്ച് ഞാൻ പറഞ്ഞയക്കുകയാണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ പ്രഗ്നന്റ് ആയ സമയം മുതൽ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ആപ്പിൾ. പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. 1 കിലോ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ രമേശേട്ടൻ എന്നും രാവിലെ ഒരു ആപ്പിൾ വേണം. മിത്തു അതേ ഫ്രഷ് ആയിട്ടേ കഴിക്കുള്ളൂ, സ്കൂളിലേക്ക് വെച്ചാൽ കഴിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 6-7 ആപ്പിൾ ഇരിക്കുന്നുണ്ട്, ഞാൻ അതിന് ഹാഫ് വെച്ചിട്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഒരു ആപ്പിൾ അല്ലെങ്കിൽ 2 ആപ്പിളൊക്കെ കഴിക്കുള്ളൂ പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കണ്ട ആപ്പിള്. ഇത് മൊത്തം കഴിച്ചിട്ട് വേണം പോവാന്നാ പറയുന്നത്. ഇപ്പൊ സമയം 2 മണി. ഞാൻ ചോറും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. സ്രാവ് വറക്കാൻ മതി. ട്രഡീഷണൽ സ്രാവ് വറുത്തരച്ചതും, സ്രാവ് കുറച്ച് എയർ ഫ്രയറിലൊന്ന് വറുത്തോക്കട്ടെ. റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ കുറേ ഫുഡ് വേൾഡിലും വണ്ടർലാൻഡിലും കാണിച്ചതാണ് മലബാർ സ്രാവ് കറി. നല്ല ആപ്പിൾ അല്ലേ? ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടം രമേശേട്ടന്. കുറേ ഓറഞ്ചും കുറേ ആപ്പിളും കുറേ പഴം വാങ്ങിക്കൊണ്ടിരും. എനിക്ക് ഫ്രൂട്ട്സിനോട് വലിയ ഇഷ്ടമല്ലേ, പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കും മാത്രം. അതുകൊണ്ട് തന്നെ ഡെങ്കു വന്നപ്പോൾ നോക്കാൻ നല്ല സുഖമായിരുന്നു. കാരണം കിവി അടിച്ച് ഭക്ഷണത്തിന് പകരം ദിവസം കിവി കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ല. ഇത് അത് ഉള്ളതുകൊണ്ട് ഡെങ്കു ഒക്കെ പെട്ടെന്ന് റിക്കവർ ആയത് വേണമെങ്കിൽ പറയാം. അയ്യോ, ഞാൻ ബിരിയാണിയും ചട്ടിച്ചോറൊക്കെ ആലോചിച്ച് ഞാൻ മരിച്ചു പോകും. അതിന് ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയാം, കൊരങ്ങന്റെ സ്വഭാവം. ആ പരിണാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല തോന്നുന്നു. ആ പരിണാമത്തിൽ തന്നെ നിൽക്കടി ചെയ്തോ. എന്റെ ശരീരം നിന്റെ ബ്രെയിനും. ഇതിനുള്ള മറുപടി ഇത് ഓഫാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആ ശരിയാ, പരിണാമം സംഭവിച്ചിട്ട് തടിക്കാത്ത ഒരു പരിണാമമായി പോയി. നിന്റെ ശരീരത്തിൽ സംഭവിച്ചു, പക്ഷെ തലയിൽ സംഭവിച്ചില്ല. തലയുടെ ഉള്ളില് ബുദ്ധിയുള്ള ഈ തല എന്ത് കഴിച്ചാലും തടിക്കാത്തവരോട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സ്ഥിരം പറയാനുണ്ട്, എന്ത് കഴിച്ചാലും തടിക്കാത്ത ആൾക്കാരോട് സംസാരിക്കാൻ സൗകര്യമില്ല പറയും. എല്ലാ ആഴ്ചയും വെയിങ് സ്കെയില് നോക്കും. ഡോക്ടർ ചോദിക്കും, ഞാൻ 1 കിലോ വെച്ച് കുറഞ്ഞു വരുന്നുണ്ട്. രമേശേട്ടനും 1 കിലോ വെച്ച് കുറഞ്ഞു വരികയാണ്. ഡോക്ടർ ഞാൻ ഇയാൾക്ക് വെയിറ്റ് ലോസിനുള്ള റെസിപ്പിയാണോ കൊടുത്തത്? എനിക്ക് ആ ഡോക്ടർ ഒന്ന് കാണാണ്ട് പൈസ വെറുതെ പോയി എന്ന് പറയാൻ. രമേശേട്ടനെ മുൻനിർത്തി ഞാൻ ഇത് ചോദിക്കും, എന്താണ് കോമ്പൻസേഷൻ. അതാണ് ഒരവസ്ഥ. നമ്മുടെ ഫുഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വേറെ പാറ്റേൺ ആവും. നമ്മൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഹെൽത്തി ഫുഡൊക്കെ ആകുമ്പോഴേ ആദ്യം സംഭവിക്കുക, നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന ഫാറ്റ് ഉണ്ടല്ലോ, അതും കുറച്ച് വെയിറ്റിൽ കാണുമല്ലോ, ആ ഫാറ്റൊക്കെ പോകും. ഞാൻ കൂടെ പോകണ്ടോ? അപ്പൊ എന്തിനാ വന്നത്? പെപ്പർ എടുക്കാൻ. നല്ല എരിവ് വേണം സ്രാവ് വറുത്തതിന്, അതായത് സ്പൈസി ആവണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് അല്ലേ? 3 ആപ്പിൾ കഴിഞ്ഞു, ഇനിയുണ്ടോ? ഈശ്വര, ഇങ്ങനൊന്നും കഴിക്കരുത്. 1 ആപ്പിൾ എനിക്ക് വെക്കാം. നല്ല വിശപ്പ്. അപ്പൊ കുറച്ച് നാളികേരം വെച്ചിട്ട് വറുത്തരയ്ക്കാം. നാളികേരം യൂസ് ചെയ്യാറേ ഇല്ല ആക്ച്വലി, പക്ഷെ കുറച്ച് ഫാറ്റ് ഉണ്ടായിക്കോട്ടെ അല്ലേ? സാറ്റർഡേ സൺഡേ ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ല നാടൻ ഭക്ഷണം, ഒന്നെങ്കിൽ ബിരിയാണി വെക്കാറില്ല, പക്ഷെ ബിരിയാണി കഴിക്കാൻ തോന്നിച്ചാലും വേണ്ട, നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര, അതിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സാറ്റർഡേ സൺഡേ. ബാക്കിയുള്ള ദിവസം പിന്നെ ഇവർ ഓഫീസിലേക്ക് ചോറ് കൊണ്ടുപോകില്ലല്ലോ. എനിക്കിഷ്ടം ഉച്ചയ്ക്ക് ചോറുണ്ട്, പക്ഷെ രമേശേട്ടനും ഇട്ടും കൊണ്ടുപോകില്ല. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ചപ്പാത്തി കഴിച്ചാൽ മടുക്കില്ലേ? എനിക്ക് മടുക്കും, ഇവർക്ക് മടുക്കില്ല. ഇവർ ചപ്പാത്തി ഫാൻസാണ്. മിത്തുവിന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ചപ്പാത്തി കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. ചോറും ഇഷ്ടമാണ്. രമേശേട്ടൻ പിന്നെ ഈ പറഞ്ഞ പോലെ മീന്, ചിക്കൻ അങ്ങനെയൊക്കെ നല്ല അടിപൊളിയാണെങ്കിൽ മാത്രമേ ചോറ് കഴിക്കുള്ളൂ. നോർമൽ പച്ചക്കറി വെച്ചിട്ടുള്ള കൂട്ടാനാണെങ്കിൽ ചോറ് ഇഷ്ടമല്ല, പക്ഷെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി 5 നേരം ചപ്പാത്തി കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്.
നമ്മൾ ഹോട്ടലിലൊക്കെ പോവാണ് അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും അവിടെ ബിരിയാണിയും അല്ലെങ്കിൽ നാനോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രമേശേട്ടൻ ഓർഡർ ചെയ്യുക ചപ്പാത്തിയാണ് അല്ലേ? അതാണ് രമേശേട്ടനും ചപ്പാത്തിയും തമ്മിലുള്ള ആത്മബന്ധം. അതുകൊണ്ട് ആരോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 23 വർഷമായി ബോംബെയിൽ എത്തിയിട്ട് 23 years ആയി തുടങ്ങിയ ആത്മബന്ധമാണ്. 23 വർഷമായിട്ട് തുടങ്ങിയ ആത്മബന്ധം അല്ലേ? ചപ്പാത്തി. അതുകൊണ്ടാണ് രമേശേട്ടന് എന്റെ ഹൈറ്റ് ആണ് വേണമെങ്കിൽ ഇരുന്നോളും. ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് 23 വർഷമായിട്ട് ഞാനും ചപ്പാത്തി തമ്മിൽ തുടങ്ങിയ ആത്മബന്ധം. ഞങ്ങൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും. പക്ഷെ അതിന് മുന്നേ 23 വർഷം ചോറായിരുന്നില്ലേ? അപ്പൊ അതിനോട് എന്താ ആത്മബന്ധം ഇല്ല? ചപ്പാത്തിയാണ്. അതെ, അന്നും ചപ്പാത്തി എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ നാട്ടിലങ്ങനെ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ. പക്ഷെ നാട്ടിലെ ചപ്പാത്തി ഇവിടുത്തെ ചപ്പാത്തി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നാട്ടിൽ നമ്മളെപ്പോഴും ആ വലിയ ചപ്പാത്തി കിട്ടാ, ഇവിടെ കുട്ടി ചപ്പാത്തിയാണ് കിട്ടുക അല്ലേ? എനിക്ക് ഇതാണ് ഇഷ്ടം. അല്ല, നാട്ടിൽ ഇഷ്ടമാട്ടോ, രണ്ടും ഇഷ്ടം. പക്ഷെ ചോറ് ഒരു വികാരമാണ്. അതുകൊണ്ട് ഞാൻ സാറ്റർഡേ സൺഡേ ഞാൻ ചോറ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാം ചോറും കൂട്ടാനും ഉപ്പേരിയും മീൻ വറുത്തതും പപ്പടം അച്ചാറൊന്നും കഴിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് കഴിക്കാത്ത ചോറ്. പിന്നെ പെട്ടെന്ന് ബ്രൗൺ റൈസ്, ഓൺലി ബ്രൗൺ റൈസേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുള്ള വീക്കെൻഡ്സാണ് ഞങ്ങളുടെ അധികം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ അങ്ങനെ കൂടുതൽ വരുന്നത്. കാരണം ഞങ്ങൾ കാഷ്വലായിട്ട് വർത്തമാനം പറയുന്നത് ചുമ്മാ ഒരു ക്യാമറ വെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് എനിക്ക് സത്യം പറയുക വിഭവങ്ങളൊന്നും കൂടുതൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉപ്പേരിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഓപ്പൺ കിച്ചൺ പോലുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് ടി വി ആണെങ്കിലും രമേശേട്ടൻ്റെ ഇടയ്ക്ക് വർക്ക് വരികയാണെങ്കിലും ഒക്കെ ഒരു കിച്ചണിൽ തന്നെ ഇരുന്ന് വർത്തമാനം പറയണതിൻ്റെ ഒരു രസം, ആ ഒരു ടൈം എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ കിട്ടാറില്ലേ, സാറ്റർഡേ സൺഡേ എങ്കിലും വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇതേ ഒരു ഈവനിങ് ആയപ്പോൾ പുറത്തിറങ്ങി. അപ്പോൾ ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ വീട്ടിൽ പാല് കാണാനില്ലേ. അപ്പോൾ നേരെ താഴെ ഇറങ്ങിയാൽ തന്നെ ചായക്കട ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചായ കഴിച്ചു. മിത്തുക്കുട്ടിയാണെങ്കിൽ വേറെ എന്തോ മിൽക്ക് കേക്കോ എന്തോ സംഭവം കഴിച്ചു. രമേശേട്ടൻ അവിടെ കാറിൽ വെയിറ്റ് ചെയ്തു കേട്ടോ. ഈ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. പിന്നല്ല, സമാധാനം കിട്ടിയോടത്തുണ്ട്. ആ ചായ കുടിക്കണേക്കാളും രസം ആ ചായയുടെ വൈബ് ആസ്വദിക്കല. ഈ തണുപ്പും ആ സ്ഥലവും. അയ്യോ, ഡോറടക്കാത്തതിന് പാരതറി കളിച്ച് എന്താ രസം. മുംബൈ പോലുള്ള ഒരു സ്ഥലത്ത് ആ വൈബ് ആസ്വദിക്കാതെ എന്ത് മനുഷ്യനാണ് നിങ്ങൾ. ഒരു റീൽസ് ഉണ്ടേ, മേ തൂ ഓർ ദോ കപ്പ് ചായ് ഇത്ര പോരെ പാർട്ടിക്ക് എന്ന്. എന്നിട്ട് ഹം തും കിത്തിനെ ആ പാട്ട്. ഞാൻ കുറേ ദിവസമായി വിചാരിക്കണ റീൽസ് എടുക്കാന്ന്. പക്ഷെ ചായയും കാപ്പി കുടിക്കാത്ത ആളെ വെച്ച് എന്ത് റീൽസ് എടുക്കും? വേണമെങ്കിൽ നമുക്ക് മറ്റേതായാലോ. അത് ഏത് നമ്മുടെ ഇന്നസെന്റ് അല്ല, അത് നമ്മുടെ ജിമ്മിലെ 2 പുഷപ്സ് എടുത്തിട്ടുള്ള ആ കളി എങ്ങനെ നമുക്കൊരു പ്രോട്ടീൻ സ്മൂത്തി ആയിട്ട് നമുക്ക് എനിക്ക് ആ വൈബ് വേണ്ട. ആ വൈബ് എനിക്ക് വേണ്ട, തൽക്കാലം വേണ്ട. ഞാനേ മിത്തുനായിട്ട് പോയി കുടിച്ചു. എന്റെ മിത്തു അതിന് പകരം മിൽക്ക് കേക്ക് കഴിച്ചു. ഇതിലും ചായ ആയിരുന്നു. അവിടെ നല്ല രസമുള്ള മിൽക്ക് കേക്ക് ഉണ്ട്. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടട്ടെ, തൽക്കാലം ഓഫ് ചെയ്യാം. വൈബ് ഈവനിങ് ആയൊരു വല്ലാത്ത വൈബാട്ടോ, പറയാതിരിക്കാൻ വയ്യ അല്ലേ? തിരക്കല്ലേ, ചായ വേണോ കാപ്പി വേണോ? അങ്ങനെ പോകുന്നതിന് മുന്നേ ഉള്ള അവസാന കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ ഈവനിങ്ങിൽ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മിത്തുക്കുട്ടിക്ക് പിന്നെ എവിടെ കണ്ടാലും ഒരു ഡയറി, അതാണ് മിത്തുവിൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഇഷ്ടംപോലെ ഡയറി ഉണ്ട്. എത്ര ഡയറി ഉണ്ടെന്ന് അവൾക്ക് തന്നെ അറിയില്ല കേട്ടോ, അത്രയും ഡയറി വെച്ചിട്ടുണ്ട്. എന്നാലും പിന്നെയും കണ്ടു കഴിഞ്ഞാൽ അതായത് ഡയറി, ഇങ്ങനത്തെ കുറേ മാർക്കേഴ്സ്, ഇതിലാണ് 36ന്റെ മെയിൻ ഇഷ്ടം. മാർക്കർ എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രാന്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലും ഇത്രയും ക്യൂട്ടായ ഒരു ശിവനെ കണ്ടിട്ടുണ്ടോ? ഇതോ അച്ചടാ. സാധാരണ ശിവൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ശിവൻ. അതേപോലെ ഏറ്റവും രസം ഇവിടെ മുംബൈയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗണപതിയെ കൊണ്ട് വീട്ടുപടി വരെ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ. നീ ചെയ്യാൻ ഈ ഗണപതി ഈ വിഗ്രഹങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല. ഓടക്കുഴൽ വായിക്കും, ഹാർമോണിയം വായിക്കും, ഊഞ്ഞാലാടും, പത്രം എഴുതും. ഇത്രയും വെറൈറ്റി ഗണപതി ഞാൻ വേറെ എവിടെ കണ്ടിട്ടില്ല, ബോംബെയിലല്ലേ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ഷോപ്പിൽ ബ്യൂട്ടിഫുൾ നട ഷോപ്പിൻ്റെ പേര്. ഇവിടെ എല്ലാം കിട്ടും, ഡ്രസ്സ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഒന്നിനും സമയം ഉണ്ടല്ലേ, നേരെ പാക്ക് ചെയ്ത് രമേശേട്ടൻ ഇന്ന് രാത്രി തന്നെ പോവും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊന്നും വീഡിയോ എടുത്തില്ല എന്നുള്ള സത്യം ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.